മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. തീയായി വന്ന് തീപ്പന്തമായി കത്തിക്കൊണ്ടിരിക്കുകയാണ് PV അൻവർ. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സാമൂഹിക മുന്നേറ്റവുമായി രംഗത്ത് വരുമ്പോൾ അത് അടുത്തതായി സ്റ്റാലിന്റെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ കേരള ഘടകമാവുമോ എന്ന് കാത്തിരുന്നു കാണാം. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മൂവ്മെന്റാണ് അൻവർ ലക്ഷ്യമിടുന്നത്. ആദ്യം മഞ്ചേരിയിലെ സമ്മേളനത്തിൽ നയരേഖ പ്രഖ്യാപനം നടത്തുകയും പിന്നീട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തത് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ്. മലബാറിന്റെയും മലപ്പുറത്തിന്റെയും കേരളത്തിന്റെയും പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുന്ന തരത്തിലുള്ളതായിരുന്നു DMKയുടെ നയപ്രഖ്യാപനം. സ്വന്തമായൊരു പാർട്ടി രൂപീകരിക്കുക എന്നതാണ് അൻവറിന്റെ നീക്കം. അതിന്റെ ആദ്യപടിയാണ് സോഷ്യൽ മൂവ്മെന്റ്. അൻവറിന്റെ നയപ്രഖ്യാപന സമ്മേളനത്തിൽ DMK പ്രവർത്തകരും പങ്കെടുത്തിരുന്നു. സ്റ്റാലിനെ കാണാൻ അൻവർ ചെന്നൈയിലേക്ക് പോയിരുന്നു. ഇതെല്ലാം DMKയുടെ കേരള ഘടകം അൻവറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വരുമെന്ന സൂചന നൽകുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള നെക്സസ് അൻവർ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ നെക്സസിലൂടെ BJP സീറ്റ് നേടുമെന്നാണ് അൻവർ പറയുന്നത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിച്ചാൽ അൻവറിന്റെ ഈ പ്രസ്താവന തള്ളിക്കളയാനാവില്ല. അദ്ദേഹം ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാത്ത ജനപ്രിയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ, വനം വന്യജീവി പ്രശ്നങ്ങൾ, പോലീസിംഗിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളാണ് ജനങ്ങളുടെ ശബ്ദമായി അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ കൂടെ നിൽക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ പടുത്തുയർത്താനാവുമോ എന്നതിലെ സാധ്യതയും പരിശോധിക്കേണ്ടതുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന് പാർട്ടി ഉണ്ടാക്കാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി അതിന്റെ വിജയിച്ച ഉദാഹരണമാണ്. എന്നാൽ CPMന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കെയാണ് MV രാഘവനും KR ഗൗരിയമ്മയും വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം CPMൽ നിന്നും പുറത്താവുന്നത്. ഇവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയെങ്കിലും CPMൽ നിന്നുള്ള കൂടുതൽ അണികളെ അടർത്തിയെടുത്ത് സ്വന്തം പാർട്ടിയിൽ ചേർക്കാൻ ഇവർക്കായില്ല. അതുകൊണ്ട് തന്നെ CPMന്റെ സ്വതന്ത്രനായ അൻവറിന് അതിന് എത്രമാത്രം കഴിയുമെന്നത് ആശങ്കാജനകമാണ്. കൂടാതെ ജനങ്ങളുടെ വികാരം ഏറ്റെടുക്കാൻ അൻവറിന്റെ സാമൂഹിക മുന്നേറ്റത്തിലൂടെ സാധ്യമാവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് PTV കേരള.